വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ ഞാൻ എൻ്റെ ഒരു 2 ദിവസത്തെ വീഡിയോ ആണിത്. ശനിയാഴ്ചത്തെയും ഞായറാഴ്ചത്തെയും ഒരു ചെറിയ വ്ളോഗാണിത് കേട്ടോ. അപ്പോൾ ദേ ഞാൻ തുടക്കത്തിൽ തന്നെ ഒരു ചിക്കൻ കറി വെക്കുന്ന ഒരു രംഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു, കടുക് പൊട്ടിച്ചു, അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഒരു കട്ടൻ ചായ തിളപ്പിച്ചതിന് ശേഷം ഞാൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാനായിട്ട് പോയത്. അപ്പൊ ഞാൻ കരുതി എന്നാ ഒരു വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ച് അങ്ങനെ വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പൊ ദേ നമ്മൾ അതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിനായിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എന്നും വെക്കുന്ന പോലെ തന്നെയുള്ള ഒരു ചിക്കൻ കറിയാണ് വെക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നില്ല. സവാള വഴന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല ഇവയാണ് ഞാൻ ചേർത്ത് കൊടുക്കാറുള്ളത്. പിന്നെ ചിക്കനും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മൂടി വെച്ച് നമ്മൾ വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഉപ്പ് കുറവാന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ സ്ഥിരം ഇങ്ങനെ തന്നെയാണ് ചിക്കൻ കറി വെക്കാറുള്ളത്. ഞാൻ തക്കാളി ഒന്നും ചേർത്ത് കൊടുക്കാറില്ല കേട്ടോ. തക്കാളിയുടെ ഒരു ടേസ്റ്റ് എനിക്ക് ഇത്ര ഇഷ്ടമല്ല, അതുകാരണം ഞാൻ തക്കാളി അങ്ങനെ ചേർത്ത് കൊടുക്കാറില്ല. പിന്നെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ ഇട്ടതിന് ശേഷമാണ് ഇന്നൊരു വീഡിയോ എടുത്താലോ എന്ന് കരുതി അങ്ങനെ ഒരു വീഡിയോ എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പൊ ലെങ്ത് ഒന്നുമില്ല, പിന്നെ വളരെ കുറച്ച് കാര്യങ്ങളെ ഇതിൽ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, സൺഡേ കുറച്ച് വീഡിയോ കൂടി എടുത്ത് ഇതിനോട് ചേർത്ത് അങ്ങനെ ഒരു വീഡിയോ ആക്കി എടുത്തതാണ് കേട്ടോ. നമ്മുടെ ചിക്കൻ കറിയൊക്കെ സെറ്റായി വന്നു. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് ദോശയാണ്. ഞങ്ങൾക്ക് ഇവിടെ ആഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിൽ ആ 7 ദിവസവും ഞങ്ങളുടെ വീട്ടിൽ ദോശയായിരിക്കും കേട്ടോ. കാരണം എൻ്റെ മൂത്ത മോന് ദോശ ഭയങ്കര ഇഷ്ടമാണ്. ഇളയ കുട്ടിക്ക് അത്ര ഇല്ല, എന്നാലും അവൻ കഴിച്ചോളും. മൂത്ത ആൾക്ക് എന്നും ദോശ അവന്റെ ഫേവറേറ്റ് ആണ്. ഞാൻ ദോശ ചുട്ടു കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ ആദിക്ക് വലുതാക്കി 2 ദോശയും, കുഞ്ഞിന് ഞാൻ കുഞ്ഞു ദോശ, കുട്ടി ദോശയുമാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത്. കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കാൻ ഭയങ്കര പാടാണ്. അപ്പൊ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ട്രിക്കുകൾ ഉപയോഗിച്ചെങ്കിലേ അവർക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട് കഴിക്കുള്ളൂ അവര്. ഞാനൊരു കുട്ടി ദോശ ഉണ്ടാക്കിയാണ് കേട്ടോ അവന് കൊടുത്തത്. അപ്പൊ ആദിക്ക് ഞാൻ ആദ്യമേ തന്നെ ചിക്കൻ കറി കൂട്ടിയിട്ട് 2 ദോശ കൊടുത്തു. ദോശയ്ക്ക് ഒരു മടുപ്പില്ലാത്ത കുട്ടിയാണ് എൻ്റെ കുട്ടി. അതാ കുഞ്ഞിന് ദോശ ചുടുവാണ് കേട്ടോ. കുട്ടി കുട്ടി ദോശകളാണ് ചുട്ടു കൊടുക്കുന്നത്. മുഴുവനൊന്നും അവൻ കഴിക്കില്ല, പകുതി അവൻ കളയും, പകുതി കഴിക്കും. അങ്ങനെയാണ്. ഭക്ഷണം കഴിക്കാനൊക്കെ ഇപ്പൊ ആള് പുറകിലോട്ടായിട്ടുണ്ട്. ഇപ്പൊ ഭക്ഷണത്തിനോട് എന്താണോന്ന് അറിയില്ല, ഭയങ്കര വിരോധം പോലെയാണ്. കഴിപ്പ് കുറവാണ് അവൻ. ഇപ്പൊ കുട്ടി ദോശ റെഡിയായി കഴിയുമ്പോഴത്തേക്കും കുഞ്ഞിന് കൊടുക്കും കേട്ടോ. ഈ വീഡിയോ പകുതി വഴിയിൽ നിന്ന് പോകാനായിട്ട് ഒരു കാരണമുണ്ട്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശനിയാഴ്ച ഞങ്ങൾക്ക് ഇവിടെ കറണ്ട് ഉണ്ടായില്ല. അപ്പൊ ഞാൻ ചായയൊക്കെ തിളപ്പിക്കാനായിട്ട് വെച്ചു. ദോശയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ചായ തിളപ്പിക്കാനായിട്ട് വെച്ചപ്പോഴത്തേക്കും കറണ്ട് പോയേ. അപ്പം KSEBിലേക്കൊക്കെ വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഇനി വൈകിട്ടാണ് കറണ്ട് വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചായ ഉണ്ടാക്കുന്നതോടുകൂടി ഞാൻ എൻ്റെ വ്ളോഗ് അവിടെ നിർത്തി വെച്ചു. പിന്നെ ഞാൻ വൈകിട്ട് എഡിറ്റ് ചെയ്ത് ഇടാമെന്നൊക്കെ വിചാരിച്ചപ്പം എനിക്കത് അത്ര സുഖമായിട്ട് തോന്നില്ല. ചെറിയൊരു കുട്ടി വ്ളോഗായി പോവും. അതുകൊണ്ട് എനിക്കത് അത്ര മനസ്സിന് തോന്നിയില്ല ഇടാനായിട്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, സൺഡേ കൂടെ വീഡിയോ എടുത്തിട്ട് രണ്ടും കൂടെ ചേർത്ത് ഒരുമിച്ച് അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ തീരുമാനിച്ചതാണ് കേട്ടോ. അതാ നമ്മുടെ ദോശയും ചിക്കൻ കറിയും. അതെ, ഞാൻ പാൽ ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ടൈമിലാണ് കറണ്ട് പോയത്. ചായയൊക്കെ തിളപ്പിച്ചു, ഇതാ കണ്ടോ ഇരുണ്ടിരിക്കുന്ന കണ്ടോ, കറണ്ട് പോയി. പിന്നെ ചായ തിളപ്പിച്ചതോടുകൂടി ഞാൻ എൻ്റെ വ്ളോഗ് അന്നത്തെ അവസാനിപ്പിച്ചു. ഇത് പിറ്റേ ദിവസത്തെയാണ് കേട്ടോ ചായ തിളപ്പിച്ച് വെച്ചത്. അപ്പം സൺഡേ ഞങ്ങൾക്ക് കഴിക്കാൻ
ബ്രെഡും ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. ചിക്കൻ കറിയൊക്കെ അപ്പം എല്ലാവർക്കും കൊടുത്തതിന് ശേഷമാട്ടോ ഞാൻ വീഡിയോ എടുത്തത്. ചിക്കൻ കറിയൊക്കെ തീർന്നു പോയായിരുന്നു. പിന്നെ ഞങ്ങൾ മീൻ മേടിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ നാട്ടിൽ കിളിമീൻ എന്നാണ് പറയുന്നത്. ആ കഷ്ണം പോലെ ഇരിക്കുന്ന മീന് ഓലക്കൊടിയൻ എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. വേറെ എന്തെങ്കിലും പേരുണ്ടോന്ന് എനിക്ക് അറിയില്ല. അപ്പൊ അതാ ഞാൻ അരി റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാനായിട്ട് തിളപ്പിക്കുകയാണ് കേട്ടോ. ഇതാണ് എന്റെ റൈസ് കുക്കർ. ഇതിന്റെ ഉള്ളിൽ ഒരു റബ്ബർ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് അടുപ്പിൽ വീണ് കത്തിപ്പോയി. അത് കാരണം ചുമ്മാ കൊണ്ടുവന്ന് വെക്കുവാണ് ഞാൻ ചെയ്യുന്നത്. ചോറ് നമ്മൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചു. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് പാവയ്ക്ക തോരനാണ്. പാവയ്ക്കയും സവാളയും പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കടുക് വറുത്ത് അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്കയും പച്ചമുളകും സവാളയും ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് വേവിക്കുവാണ് കേട്ടോ. ഞാൻ ഇതിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. അപ്പൊ എനിക്കൊരു അറിവ് കിട്ടി, മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ കയ്പ്പ് കൂടുതലായിട്ട് തോന്നുന്നു. അത് കാരണം ഞാനിപ്പം പാവയ്ക്ക തോരൻ വെക്കുന്നതിൽ ഞാൻ മഞ്ഞൾപ്പൊടി ഇടാറില്ല കേട്ടോ. അപ്പൊ ഇതിലേക്ക് ഞാൻ അല്പം തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് വേവിച്ചെടുത്തു കേട്ടോ. അപ്പൊ നമ്മുടെ പാവയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇന്ന് സൺഡേ സ്പെഷ്യലായിട്ട് പാവയ്ക്ക തോരനൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ഇൻഡക്ഷൻ റൈസ് കുക്കറിൽ നിന്ന് നമ്മൾ ചോറെടുത്ത് തിളപ്പിക്കാനായിട്ട് വെക്കുവാണ് കേട്ടോ. അപ്പൊ എന്റെ കഞ്ഞിവെള്ളം നല്ല കുറുകി വരുന്നില്ല. അത് എന്താണെന്ന് എനിക്കറിയില്ല. അതെ ഒന്നുകൂടി ഇട്ട് തിളപ്പിക്കുകയാണ്. തിളപ്പിച്ച് നമ്മൾ വാർക്കുവാണ് കേട്ടോ. പിന്നെ നമുക്ക് സൺഡേ സ്പെഷ്യലായിട്ട് മീൻ കറിയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ എൻ്റെ ഈ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. അതിനിടയിൽ ഇവിടെ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ വ്ലോഗ് ഇവിടെ വെച്ച് നിർത്തുകയാണ് ചെയ്തത്. അപ്പൊ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഉച്ചയൂണിന് ഉണ്ടായിരുന്ന വിഭവങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പൊ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.